ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രോൺസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. രണ്ട് വണ്ടി നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന് നമുക്ക് ഇരിഞ്ഞാലക്കുടയുള്ള വണ്ടിയാണ്. ഇപ്പം ഇരിഞ്ഞാലക്കുട ഉള്ള വണ്ടിയാണ്, ഇരിഞ്ഞാലക്കുട അടുത്ത പ്രദേശത്തുള്ളൊരു വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഈ വണ്ടിയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് ക്യാമറ, അതേപോലെ തന്നെ 4 ഡോർ സ്പീക്കർ. അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോർ പാഡ് അഴിച്ചെഴുതിയ ഡോറിൽ നമ്മൾ സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഡോറിന് സ്പീക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് സെറ്റിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും അവിടെ നടക്കണേ. അപ്പോൾ ആ സെറ്റിന്റെ പ്രത്യേകത, സെറ്റ് നമ്മൾ കണ്ടുല്ലോ, ഞാൻ ഒന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം. സെറ്റിന്റെ പ്രത്യേകത, സെറ്റ് നമ്മൾ വെക്കുന്നത് ഡയമണ്ട് 2K എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതേപോലെ തന്നെ 4 ഡോർ സ്പീക്കറും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അതിന്റെ ഫിറ്റിങ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് ഇനി പറയാനുള്ള ഒരു കാര്യം, ഇതേ സെയിം കളറിൽ സെയിം മോഡലൊരു വണ്ടിയിലും കൂടി നമുക്ക് സെറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം അതിൻ്റെ ഫ്രണ്ട് പാനലാണ് കേട്ടോ ഇരിക്കണത്. അതേപോലെ ഒരു ക്യാമറ അതിൽ വരും. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ അതിൻ്റെ ഫിറ്റ് ചെയ്തിട്ടുള്ള കാര്യം, ക്യാമറ വരുന്ന ഭാഗം അതാണ് കേട്ടോ. ആ 4 സെൻസർ നമുക്ക് കറക്റ്റായിട്ട് ആ ബമ്പറിൽ കാണാം. അതിൻ്റെ സെൻറ്ററിലാണ് ക്യാമറ വരുന്നത്. ഇതാണ് അടുത്ത വണ്ടി, ആ സെയിം മോഡൽ വണ്ടി തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ചെയ്യാനുള്ളത്, ഇത് വന്നേക്കണത് കണ്ട KL55 മലപ്പുറത്തുനിന്ന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് സിസ്റ്റം വിത്ത് ക്യാമറയാണ്. 4 ഡോർ സ്പീക്കറും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് കാണാം. കണ്ട ബേസ് മോഡലാണ്, സ്റ്റീരിയോ ഇല്ലാത്ത മോഡലാണ്. കണ്ട അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നുണ്ട് ഒരു പാനല്. ആ പാനൽ മാറ്റിയിട്ട് 9 ഇഞ്ചിന്റെ ഗ്ലോസി പാനൽ വെച്ചിട്ട് നമ്മൾ 4 ഡോർ സ്പീക്കർ, അതേപോലെ തന്നെ ക്യാമറ നമ്മൾ ചെയ്യും. പിന്നെ ഒരു ആംറസ്റ്റ് നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. ബാക്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബമ്പറിൽ തന്നെ അതിൻ്റെ ക്യാമറ നമുക്ക് വരും. അപ്പോൾ ഇത്രയും വർക്കുകൾ ഇപ്പോൾ ഈ 2 വണ്ടിയിലും വെച്ച് കഴിഞ്ഞാൽ ഒരേപോലത്തെ വണ്ടി തന്നെയാണ്. രണ്ട് വണ്ടിയിൽ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട്. അപ്പം 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഈ വണ്ടിയിൽ വെക്കുന്നത്. മറ്റേ വണ്ടിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ വണ്ടിയിൽ നമ്മൾ ഡയമണ്ട് 2K ആണ് വെച്ചിരിക്കുന്നത്. ഈ വണ്ടിയിൽ നമ്മൾ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം, സാധാ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഡോറിലുള്ള സ്പീക്കേഴ്സ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡോറിൽ നമ്മൾ 4 ഡോറിലേക്ക് നമ്മൾ സ്പീക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡോറിൽ വരുന്ന സ്പീക്കർ. അതേപോലെ സിസ്റ്റം ഞാൻ പറഞ്ഞിരുന്നു, സാധാരണ സിസ്റ്റമാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. മറ്റേതിലാണെങ്കിൽ നമ്മൾ ഡയമണ്ട് 2K എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് 4 ഡോർ സ്പീക്കറും നമ്മൾ ആഡ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഇല്ലെങ്കിൽ ആംറസ്റ്റിന്റെ ഒരു വർക്ക് ഉണ്ട്, അത് നമ്മൾ മറ്റേ വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിലുണ്ടായിരുന്ന പാനൽ. ഈ പാനൽ മാറ്റിയിട്ട് നമ്മൾ 9 ഇഞ്ചിന്റെ ഗ്ലോസി പാനൽ വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റീരിയോന്റെ ഫിറ്റിങ്സിന് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കേട്ടോ. ഏത് സ്റ്റീരിയോ വേണമെങ്കിലും നമ്മൾ കപ്ലർ ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്ക് ഇതിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ക്യാമറയുടെ ഫിറ്റിങ്സിന്റെ വയറിങ്ങും കാര്യങ്ങളാണ് അവിടെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 2 ടൈപ്പിൽ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് OE ഫിറ്റിങ് നമുക്ക് ഡിക്കി ഡോർമൾ ഫിറ്റ് ചെയ്യാം, ഒന്ന് ബമ്പർമൾ ഫിറ്റ് ചെയ്യാം. ഇതുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ബമ്പറിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. നമുക്ക് സ്റ്റീരിയോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡയമണ്ട് 2K ആണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡയമണ്ട് 2K അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഡയമണ്ട് 2K സ്റ്റീരിയോ ഇതാണ്. ഇതിന്റെ പ്രത്യേകത 2 നോബ് അടക്കം വരുന്നൊരു സ്റ്റീരിയോ ആണ്. ഡയമണ്ട് 2K എന്നാണ് ഈ മോഡലിനെ നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. ക്യാമറ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി. അപ്പോൾ അതേപോലെ തന്നെ ഇതിന്റെ റിവേഴ്സ് ഒന്നിട്ട് നോക്കാം. അതേപോലെ തന്നെ വീഡിയോ കാണാനും ഏറ്റവും സൂപ്പറാണ് കേട്ടോ ഈ സെറ്റ്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സെറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ സാധാരണ 9 ഇഞ്ചിന്റെ സെറ്റിന്റെ പോലെ സൈസ് ഇത് സൈസ് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ഫുള്ള് കിട്ടില്ല. ആ 2 നോബിന്റെയും മുകൾവശം മാത്രമാണ് ഡിസ്പ്ലേ ഉള്ളൂ. പക്ഷെ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഡയമണ്ട് 2K നമുക്ക് എല്ലാ വണ്ടിയിലും നമുക്ക് വെക്കാൻ പറ്റില്ല. ചില വണ്ടികളിൽ വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സൈസ് കൂടുതലുള്ളതുകൊണ്ട് ഫിറ്റിങ്സ് കുറച്ച് പ്രോബ്ലം വരാറുണ്ട്. ഇപ്പൊ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫിറ്റിങ്സ് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇതാണ് നമ്മളിപ്പോൾ അതിലുള്ളൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തതാണ്. നല്ല ക്ലാരിറ്റി, അതിന്റെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല HD ക്വാളിറ്റി ഉള്ള ക്യാമറ, അതേപോലെ തന്നെ LED ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ഇത് നമുക്കറിയാം റൂൾ ലൈൻ 2 ഉണ്ട്. ഒന്ന് സെറ്റിലുള്ള റൂൾ ലൈനാണ്, മറ്റേ റിവേഴ്സ് ക്യാമറ ലൈനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് ക്യാമറ വരുന്ന റൂൾ ലൈനാണ്. ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. 2ഉം ഓഫ് ചെയ്യണമെങ്കിൽ 2ഉം ഓഫ് ചെയ്തിടാം.
അതേപോലെ തന്നെ നമുക്ക് വീഡിയോ കാണുന്നതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു. നല്ല ഡിസ്പ്ലേ, നല്ല ക്ലാരിറ്റി ഉള്ള കാരണം നമുക്ക് വീഡിയോ ജസ്റ്റ് അതിലിട്ട് കാണാൻ USB കുത്തിയിട്ട് അതിൽ നമുക്ക് ഫിലിം കാണാൻ പറ്റും വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്തൊക്കെ. അപ്പൊ ഈ വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ 4 ഡോർ സ്പീക്കർ, ആ സ്പീക്കർ ഏതൊക്കെ വെച്ചേക്കണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ഇതിൽ വെച്ചേക്കുന്ന സ്പീക്കർ JBLന്റെ സ്പീക്കറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. JBLന്റെ കൊയാക്സിൽ സ്പീക്കർ 2 സെറ്റ് എന്നുവെച്ചാൽ 4 ഡോർ സ്റ്റേജ് 3 എന്ന് പറഞ്ഞൊരു സ്പീക്കറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ് 10.1 ആണ് നമ്മളിപ്പിലേക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം ആഡ് ചെയ്തേക്കുന്നത്. അത് ഡയമണ്ട് 2K എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് 10.3 വരുന്നുണ്ട്, 10.1 ഉണ്ട്, 11.6 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്. അങ്ങനെ 3-4 സൈസില് ഈ ഡയമണ്ട് 2K എന്ന് പറഞ്ഞ മോഡല് സെറ്റ് വരുന്നുണ്ട്. അപ്പോ 6 ഇഞ്ചിന്റെ സ്പീക്കേഴ്സാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. 6 ഇഞ്ചിന്റെ സ്പീക്കറാണ് സാധാരണ നമുക്ക് വണ്ടികളിലേക്ക് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് മാരുതിയുടെ വണ്ടിയിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ഡോർ സ്പീക്കർ വരുന്നത് 6 ഇഞ്ചിന്റെ ആണ്. അപ്പൊ ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം മറ്റേ വണ്ടി, ഈ വണ്ടി നമുക്ക് ഇരിഞ്ഞാലോടെ ഭാഗത്തുള്ള ഒരു വണ്ടിയാണ്. മറ്റേത് വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വണ്ടി കാണിച്ചിരുന്നു, ആ വണ്ടിയാണ് ഇത് വന്നേക്കുന്നത്. നമുക്ക് മലപ്പുറത്തുനിന്നാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ചുകൂടി കൂടുതൽ വർക്കുകളുണ്ട്. ഇതിലിപ്പോ നമ്മൾ അടിയിൽ വിനൈൽ മാറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ആംറസ്റ്റ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആംറസ്റ്റ് നമ്മൾ വെക്കുന്നത് ആംറസ്റ്റ് ആണ്, ഒറിജിനൽ വരുന്ന ഫുൾ ഓപ്ഷനിൽ വരുന്ന ആംറസ്റ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. AC വെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അതുമിക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മലപ്പുറത്ത് പറഞ്ഞ വണ്ടിയുടെ വർക്കാണ് കാണിച്ചിരുന്നത്, ആ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റീരിയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡയമണ്ട് 2Kയില് കാണുന്നേക്കാൾ സൈസിൽ ശരിക്കും ഈ 9 ഇഞ്ചിന്റെ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നത്. 9 ഇഞ്ചിന്റെ സിസ്റ്റത്തിന്റെ പ്രത്യേകത കണ്ട് ആ സ്ക്രീനിൽ ഫുള്ള് കാണാം. പക്ഷെ ഡയമണ്ട് 2Kയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ അതിന്റെ വോളിയം കണ്ടോ 2 നോബ് ഉണ്ടല്ലോ, ആ നോബിന്റെ മോൾ വശത്തേക്ക് തൊട്ടനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ മൊത്തത്തിൽ ഡിസ്പ്ലേ കാണുമ്പോൾ നല്ല സൈസ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പടം കാണുമ്പോൾ അല്ലെങ്കിൽ ഫിലിം കാണുമ്പോൾ അല്ലെങ്കിൽ റിവേഴ്സ് ഇടുമ്പോൾ ഒക്കെ നമുക്ക് മുകളിലൊരു പീസ് മാത്രമാണ് വെച്ചാൽ നോബിന്റെ മുകളിലേക്കുള്ള ഭാഗത്ത് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ കറക്റ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് വർക്ക് ചെയ്ത് കാണാം. ഇതിന്റെ പ്രത്യേകത 9 ഇഞ്ചിന്റെയാണ്. ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ വയർ കട്ടിങ് ഇല്ല കേട്ടോ. ഏത് സെറ്റിനായാലും നമുക്ക് വയർ കട്ടിങ് ഇല്ല. അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റി ഉള്ള, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള LED ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഇതിലും വന്നിരിക്കുന്നത്. ഇത് മാക്സെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇതിന് 1.5 വർഷം നമ്മൾ ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1.5 വർഷത്തോളം നമ്മൾ വാറണ്ടി കൊടുക്കുന്ന ഒരു സെറ്റ് തന്നെയാണ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണാം. അത് ഇതിലത്തെ വീഡിയോ ജസ്റ്റ് കാണുന്നത്. ഇപ്പൊ അതിലത്തെ വീഡിയോ കാണുന്നത്. ഇതിന്റെ വീഡിയോയുടെ പ്രത്യേകത ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റേ ഫുൾ സ്ക്രീൻ കിട്ടില്ല. ആ നോബ് വരുന്ന ഭാഗത്തിന്റെ മോൾ വശത്തേക്കുള്ളത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ റിവേഴ്സ് ഇട്ടുമ്പോൾ നല്ല വൈഡ് ആയിട്ട് കാണാവുന്ന ഒരു ക്യാമറ വെച്ചിരിക്കുന്നത്. അതിന്റെ ബാക്കിലെ ബമ്പർ വരെ നമുക്ക് കാണാം. ഈ റിവേഴ്സ് ക്യാമറയിൽ നമുക്ക് വരുമ്പോൾ അതിന്റെ ബമ്പർ വരെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അതേപോലെ വീഡിയോ ഇടുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള പിക്ചറാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇതിലുള്ള വീഡിയോ തന്നെയാണ്, ആ ഡെമോ വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ പ്ലേ ചെയ്തു എന്നുള്ളൂ. അപ്പൊ ഡയമണ്ട് 2K ഫിറ്റ് ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ സാധാരണ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആ മോഡൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്ക് അതിൽ വരുന്നില്ല. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്തേക്കണത് മറ്റേ വണ്ടിനെ അപേക്ഷിച്ച് അടിയിൽ വിനൈൽ മാറ്റ് നമ്മൾ ചെയ്തു. അതേപോലെ തന്നെ ആംറസ്റ്റ്, ഇതാണ് ആംറസ്റ്റ് വരുന്നത്. ഇതാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണാം. ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ചെയ്ത് കാണാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡിങ് ഉണ്ട്. ചെറിയൊരു കൺസോൾ ബോക്സും കൂടി വരണം. അത് ഒറിജിനൽ തന്നെയാണ്, മാരുതിയുടെ പക്ക പീസ് തന്നെയാണ്. അപ്പൊ ഈ വണ്ടിയുടെ വർക്ക് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 വണ്ടി നമ്മളിന്ന് ചെയ്തേക്കുന്നത് രണ്ടും ഫ്രോൺസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഈ ട്രേ ഈ ട്രേ നമ്മളിപ്പോ വെച്ചിട്ടുള്ള ട്രേ ആണ് പാർസൽ ട്രേ. മറ്റേ പാർസൽ ട്രേ നമ്മൾ വെച്ചിട്ടില്ല, ഇതിൽ പാർസൽ ട്രേ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മാറ്റിയ സാധനങ്ങൾ അതിന്റെ പാനല്, അതേപോലെ തന്നെ ആംറസ്റ്റ് ഫിറ്റ് ചെയ്ത് വൈമ്പ് വരുന്ന ഒരു കൺസോളാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ആവശ്യം വരുന്നില്ല. ഒറിജിനൽ ആംറസ്റ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ അതിന്റെ പാർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ മറ്റേ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ വണ്ടിയുടെ വർക്ക് നമ്മുടെ കഴിഞ്ഞു. അപ്പൊ ഇതേപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വെച്ചാൽ ഫ്രോൺസിന്റെ വളരെയധികം വർക്കുകൾ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.